ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സർവൈവൽ മൂവിയുടെ കഥയാണ്. വെറും ഒരു സർവൈവൽ മൂവി മാത്രമല്ല, അതിന്റെ കൂടെ നല്ല അടിപൊളി കോമഡി ഉണ്ട് കേട്ടോ. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം, നന്നായിട്ട് നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഈ ഒരു സിനിമയിലുണ്ട്. അതുപോലെ ഈ ഒരു സിനിമ തീരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെ ഉള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കഥയാണിത്. അപ്പൊ കഥ ആരംഭിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള തൽക്കാലം നമുക്ക് ഇവനെ ജാക്കി ചാന്ന് വിളിക്കാം കേട്ടോ. ഇതിൽ ഒറിജിനൽ നെയിമൊക്കെ പറയുകയാണെങ്കിൽ നാക്കുളുക്കി ഒരു വഴിക്കാവും പണ്ടാരെന്ന് പറയാം. ഒരു ചൈന പേരോ കൊറിയൻ പേരോ അല്ലെങ്കിൽ വല്ല ജാപ്പനീസ് പേരോ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേര് ഈ ജാക്കി ചാൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവനെ ജാക്കി ചാൻ എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജാക്കി ചാൻ ഒരു വലിയ പാലത്തിന്റെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. അതും രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഇപ്പൊ അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. മര്യാദക്ക് നിങ്ങൾ അടയ്ക്കാനുള്ള ആ ഒരു കാശ് മുഴുവൻ അധികം വൈകാതെ അടച്ചോണം. കാരണം പലിശേന്റെ പലിശയും എല്ലാം കൂടിയിട്ട് ഒരു 10-20 ലക്ഷം രൂപയായിട്ടുണ്ട്. എന്നാൽ ബാങ്കിൽ നിന്ന് അയാൾ സംസാരിച്ച് തീർക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഹീറോ ജാക്കി ചാന് ഫോൺ കട്ട് ചെയ്ത് കളയാണ്. അതായത് കടം തലയ്ക്ക് മേലെ കയറി നിൽക്കുകയാണ്. ഉണ്ടായിരുന്ന ജോലി പോയി, കുടുംബക്കാരായിട്ട് ആരുമില്ല റിലേഷൻ എന്ന് പറയാനായിട്ട്. എടുത്ത കടമാണെങ്കിൽ വീട്ടാനും കഴിയില്ല. അപ്പൊ പിന്നെ എന്തിനാ ജീവിക്കുന്നത്, അങ്ങോട്ട് ചത്ത് കളയാൻ തന്നെ ജാക്കി ചാൻ വിചാരിച്ചു. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വലിയൊരു പാലത്തിന്റെ മുകളിൽ അവൻ കയറി നിൽക്കുന്നത്. എടുത്തങ്ങോട്ട് ചാടുകയാണ്, വെള്ളത്തിലേക്ക് വേണം. പക്ഷെ ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ വീണ്ടും കണ്ണുവർക്കാണ്. ഇതിന്റെ സ്വർഗമാണോ? എവിടെ നാറുന്ന കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ വേസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഐലൻഡിലാണ് അവനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് എടുത്ത് ചാടിയില്ല വെള്ളത്തില്. എങ്ങനെയൊക്കെയോ വെള്ളം ഇങ്ങനെ ഒഴുകി ആ തീരത്തോടെ അവൻ അടിഞ്ഞിട്ടുണ്ട്. മര്യാദക്കൊന്നും ചാവാനും പറ്റില്ല. അവനിങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിൽ പോയിട്ട് എടുത്ത് ചാടുകയാണെങ്കിൽ ഇതുപോലുള്ള മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അപ്പൊ അവൻ നേരെ ആ ഒരു ദ്വീപിന്റെ മറുഭാഗത്തേക്ക് ഓടുകയാണ്. എന്നാൽ മറുഭാഗത്തേക്ക് എത്തിയ സമയത്താണ് മച്ചാനൊരു കാര്യം മനസ്സിലായത്. അതായത് ഇതൊരു ദ്വീപാണ്, ഇതിന്റെ പുറത്തേക്ക് ഒരു വഴിയില്ല. ചുറ്റും നോക്കിയപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി. അതായത് ഈ ദ്വീപിന്റെ മുകളിലൂടെ ഒരു പാലം പോകുന്നുണ്ട്. ആ പാലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തൂണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ പാലത്തിന്റെ തൂണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൽ പിടിച്ച് വലിഞ്ഞു കയറാൻ നോക്കുന്നുണ്ട്. നടക്കുവോ? അമ്മാതിരി വണ്ണുള്ള ആ ഒരു തൂണിന്റെ മേലേക്ക് ഇവൻ എങ്ങനെ വലിഞ്ഞു കയറാനാണ്? എന്തായാലും പെട്ടു എന്ന കാര്യം അവന് വ്യക്തമായിട്ട് മനസ്സിലായി. നീന്താനായിട്ട് അറിയില്ല തോന്നുന്നു. വെള്ളത്തിന് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അവരൊരു കാര്യം മനസ്സിലായി, ഇനിയിപ്പോ ഇവിടെ തന്നെ അങ്ങനെ നിന്നാളാ. ആരെങ്കിലൊക്കെ രക്ഷിക്കാൻ വരികയാണെങ്കിലും വല്ല ബോട്ട് പോവുകയാണെങ്കിൽ വിളിച്ചു പോവാ എന്ന രീതിയിൽ അവർ അവിടെ തന്നെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോൾ അതിലൂടെ ഉണ്ട് ഈ വിനോദസഞ്ചാരികളൊക്കെ പോകുന്ന ചെറിയൊരു ബോട്ട് ഉണ്ടല്ലോ, അതങ്ങനെ പാസ്സായി പോവാണ്. ഇപ്പൊ നമ്മുടെ ജാക്കി ചാണെങ്കിൽ രക്ഷിക്കണേ, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ചു പോവുകയാണ്. എന്നാ ആരെങ്കിലും ഉണ്ട് ഇത് കേൾക്കുന്നത്? എന്നാ ആ ബോട്ടിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രം ഇത് കണ്ടു കേട്ടോ. എന്നാ അയാള് വിചാരിച്ചത് ജാക്കി ചാൻ അവന് ഹായ് പറയുന്നതാണ്. എന്തായാലും ആ ഒരു ടൂറിസ്റ്റും നല്ല അസലൊരു ഹായ് തിരിച്ചു കൊടുക്കുകയാണ്. എടാ മൊയിന്തുണ്ണിയെ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കുറെ നേരം കൈയിട്ട് ആടുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അവരങ്ങ് പോയി കഴിഞ്ഞു. ഇതേ സമയത്ത് ആരെങ്കിലും കാണട്ടെ എന്ന് എഴുതിയിട്ട് ആ ഐലൻഡിന്റെ ഒരു ഭാഗത്ത് ഹെൽപ്പ് എന്ന് ചക്ക വണ്ണത്തിൽ എഴുതി വെക്കുകയാണ്. അതായത് ഈ മച്ചാനുണ്ടല്ലോ ജാക്കി ചാന് മനസ്സുകൊണ്ട് വിശ്വസിക്കുകയാണ്. അതായത് ഈ കാസ്റ്റവേ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. കടലിന്റെ ഉള്ളിലെ ഒരു ഒറ്റപ്പെട്ട ദ്വീപില്, അത്രയും ഒറ്റപ്പെട്ടൊരു ദ്വീപിൽ ഒരാൾ പെട്ടുപോയിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഏകദേശം അതുപോലൊക്കെ ഞാൻ പെട്ടുപോയെന്ന് അയാൾ വിചാരിക്കാണ്. എവിടെ നഗരത്തിന്റെ മധ്യത്തിൽ ചെറിയൊരു ഐലൻഡ്, അവിടെയായി പെട്ട് കിടക്കുന്നത്. അതിന്റെ മുകളിൽ കൂടി 24 മണിക്കൂറും കാറ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പാലമുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റണ്ടേ? അപ്പൊ അവന് കയ്യിലുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ ഫോണ് അത് പോകണമെന്നൊന്നുമില്ല, ഈ നനഞ്ഞു പോയതോട്ട്. അപ്പൊ എല്ലാ അതിന്റെ സ്പെയർ പാർട്സുകൾ ഊരി വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയതിനു ശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഒരു ഇച്ചിരി ചാർജ് ഉണ്ട്. അപ്പൊ ആ ഒരു ചാർജ് വെച്ചിട്ട് അവൻ വേഗം പോലീസിലേക്ക്, അതായത് ഈ ഫയർഫോഴ്സ് അങ്ങനെ എന്തോന്നിലേക്ക് വിളിച്ചിട്ട് പറയാണ്, സാറേ ഞാൻ ഇവിടെ പെട്ടെടുക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എവിടെ ഈ പെട്ടെടുക്കുന്നത്? അത് പിന്നെ ചുറ്റും വെള്ളമാണ്. അതിന്റെ മുകളിലൂടെ ഒരു പാലം പോകുന്നുണ്ട്. ദ്വീപിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു തൂണുണ്ട്. പിന്നെ ഈ ദ്വീപിൽ കുറെ ചെറിയ ചെറിയ കാടുകളും അതും ഇതൊക്കെ ഉണ്ട്. ഇത് കേട്ടപ്പോ അപ്പുറത്തുള്ള പോലീസുകാർ പറയണം, മോനെ രക്ഷപ്പെടാൻ നല്ലൊരു വഴിയുണ്ട്. ഒരു ഇച്ചിരി തൈര് എടുക്കുക, അണ്ണാക്കിലേക്ക് അങ്ങ് വയ്ക്കുക, കഞ്ചാവ് അടിച്ച് ഞങ്ങളെ തിരിപ്പിക്കാനായിട്ട് ഈ സമയത്തിട്ട് വിളിക്കുന്നത്, അല്ലെങ്കിലേ ബിസിയാണ്. ഇതും പറഞ്ഞിട്ട് അവര് ഫോൺ കട്ട് ചെയ്യാണ്. മച്ചാൻ ഒരുപാട് തിരിച്ച് ട്രൈ ചെയ്തെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. ഫോണിലെ ചാർജ് ആണെങ്കിൽ തീരാനായിട്ടുണ്ട്. ഇതേ സമയത്താണ് അവനുപയോഗിക്കുന്ന ഫോണിത്തെ ആ ഒരു സിമ്മിന്റെ കമ്പനിയിൽ നിന്നും കോള് വരുന്നത്. ജാഗിച്ചാൻ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു വിധത്തിൽ രക്ഷപ്പെടാമല്ലോ, ആ സഹായം ചോദിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഫോൺ എടുത്തതും അവിടുത്തെ സ്റ്റാഫ് സംസാരിക്കാൻ തുടങ്ങണം. ഹലോ സാർ, താങ്കൾക്ക് ഓഫർ ചെയ്യാനായിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്, എടുക്കട്ടെ? ഇപ്പൊ നമ്മുടെ ജാക്കി പരമാവധി തിരിച്ചു പറയുന്നുണ്ട്, കൊച്ചെ എനിക്കൊരു ഇച്ചിരി ഗ്യാപ്പ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. സാർ പറഞ്ഞോളൂ, നല്ല ഓഫറാണ്, നോക്കി സെലക്ട് ചെയ്യണേ. എടി കൊച്ചേ, ഞാൻ പറയുന്ന ഒന്ന് അങ്ങോട്ട് കേക്ക്. ഞാനിപ്പോ ഒരു ദ്വീപിൽ പെട്ട് കിടക്കുകയാണ്. അപ്പൊ നീ എങ്ങനെങ്കിലും എവിടെയെങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞു ഒന്ന് സഹായം എത്തിക്ക്. ഇത് കേട്ടപ്പോ ശാന്ത പറയാണ്, സാർ വാവ്, ആ ദ്വീപിലെത്തിയിട്ട് ഞങ്ങളുടെ റേഞ്ച് അവിടെ വരെ ഉണ്ടല്ലേ. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ആയി പോവാണ്. പണ്ടാരക്കാലത്തിയുള്ള സമയം കളഞ്ഞ് ഇച്ചിരി നേരം ഉണ്ടായിരുന്ന ചാർജും പോയി.
അപ്പൊ ഒരിത്തിരി നേരം ആലോചിച്ചിട്ട് ഇപ്പൊ ജാഗിജാൻ വിചാരിക്കാണ്, ഇല്ല ഇനി എന്നെ കൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നീന്തി തന്നെ കരയിലേക്ക് പോന്നിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഒരു ഇച്ചിരി ദൂരം മുന്നോട്ടേക്ക് പോയിട്ട് നീന്തുന്നല്ലാണ്ട് വെള്ളത്തിലൂടെ പോകുന്നില്ല, താന്നു പോവുകയാണ്. മച്ചാൻ ആകെ വെള്ളം കുടിച്ച് പിന്നീട് തിരിച്ച് കരയിലേക്ക് തന്നെ കയറുകയാണ്. അതായത് വെള്ളം കുടിച്ച് ചാവാൻ ഞാൻ ഇല്ല, വേണമെങ്കിൽ ഈ ദ്വീപ് കിടന്ന് എങ്ങനെയെങ്കിലും ഇങ്ങനെ ചത്തുപോയിക്കോട്ടെ. പിന്നെ കുറച്ചു നേരം അവർ ദ്വീപിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ തോന്നി, എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, ചാവാനല്ലേ, എന്നാ പിന്നെ ഇവിടെ തന്നെ അങ്ങ് ചത്താ പോരെ. അവൻ പിന്നീട് ചുറ്റും നോക്കിയപ്പോ ഏതോ ഒരു പഴയ നെയ്റ്റിയുടെ എലാസ്റ്റിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു കയറിന്റെ തൂക്കുണ്ടാക്കുകയാണ്. അപ്പൊ തൂങ്ങാൻ തന്നെ തീരുമാനിച്ചു. പതിയെ കഴുത്ത് അതിലേക്ക് അങ്ങ് ഇടുകയാണ്. അതേ സമയത്താണ് അതിഭീകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത്. നന്നായിട്ട് അപ്പിയിടാൻ മുട്ടുകയാണ്. വയറിളക്കം പിടിച്ചോന്നൊരു സംശയമുണ്ടായി. അവൻ തൂങ്ങുന്നതിന്റെ മുന്നേ കയറെല്ലാം എടുത്ത് കഴുത്തുനിന്ന് മാറ്റി പോയി മറ്റേ കാട്ട് കൂട്ടുകയാണ് ഇപ്പൊ. അങ്ങനെ അവിടെ തന്നെ ഒരറ്റ ഇരുത്തങ്ങിരിക്കുകയാണ്. രണ്ടു വെറ്റ സുഖം. ഒന്ന് ഓർക്കണം, ചാകാൻ പോകുന്ന മനുഷ്യനാണ്. അപ്പോഴാണ് അപ്പിടാൻ മുട്ടിയത്. അത് കഴിഞ്ഞപ്പോ എന്തൊരു സുഖല്ലേ. അങ്ങനെ അപ്പിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മച്ചാന്റെ മുന്നിൽ അതാ ഒരു പൂവ് അങ്ങനെ നിൽക്കുകയാണ്. കണ്ടപ്പോ നല്ല രസം തോന്നി. വെറുതെ ഒന്ന് പറിച്ചിട്ട് വായിലിട്ട് നോക്കുകയാണ്. അപ്പൊ നല്ല മധുരം തോന്നി കേട്ടോ. അപ്പൊ മറ്റൊരു പൂവ് പറിച്ചിട്ട് അതിന്റെ അടിഭാഗത്തൊന്ന് മൂഞ്ചി നോക്കിയപ്പോ നല്ല തേന് വരികയാണ്. ഇതുപോലത്തെ ഒരു തേനോ അല്ലെങ്കിൽ പൂവ് ഇതുവരെയായിട്ട് അവൻ കഴിച്ചിട്ടില്ല. നല്ല രസം. ഒന്നും നോക്കിയില്ല, കുറച്ചങ്ങിരുന്ന് പറിച്ച് തിന്നാണ്. അതുപോലെ തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പിയെല്ലിട്ട് കഴിഞ്ഞപ്പോ പോയി കഴുകിയിട്ട് അവിടെ തന്നെ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ്. കാരണം ഇത് കടൽ ജലമൊന്നും അല്ലല്ലോ, സാധാരണ ഒരു തടാകല്ലേ. നല്ലോണം വെള്ളം മോന്തിയ സമയത്ത് പിന്നെയും നന്നായിട്ട് വിശക്കുകയാണ്. അവൻ അതിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് ഈ കാട്ടുകൂണുകൾ കാണാണ്. കഴിക്കണോ വേണ്ടയോ, കഴിച്ചാൽ വല്ല തോറ്റലും പിടിച്ചാലോ, ഇനി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ, ചാൻ വന്ന എനിക്ക് എന്ത് പ്രശ്നം. അവൻ ആ ഒരു കൂണ് നന്നായിട്ട് ഇരുന്ന് തട്ടുകയാണ്. ഇതേ സമയം തന്നെ ഏകദേശം ഇരുട്ടി വരുന്നുണ്ട്. രാത്രിയാവാനായപ്പോ ഒരു ഇച്ചിരി വെളിച്ചൊക്കെ വേണ്ടേ, അപ്പൊ തീ കൂട്ടണം. മച്ചാന്റെ മൈൻഡിൽ മച്ചാൻ ഏതോ ഒരു ഭീകരമായിട്ടുള്ള ഒറ്റപ്പെട്ട ദ്വീപിൽ പെട്ടുപോയി എന്നുള്ള ഒരു ചിന്തയാണ്. കുറെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം ആൾക്കാർ എന്താ ചെയ്യാ, തീ ഉണ്ടാക്കാനല്ലോ നോക്കുക. മച്ചാനിപ്പോ എവിടെ നിന്നൊക്കെയോ കുറച്ചൊരു ഉണക്ക പുല്ലെല്ലാം എടുത്ത് ഒരു മരത്തിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് വേറൊരു കമ്പ് എടുത്തിട്ട് അതിലിട്ട് നല്ല അരക്കലാണ്. ഓരോരാ എന്നാ എത്ര ഒരിച്ചിട്ടുണ്ട് തീ വരുന്നത്. അപ്പൊ ഈ ടി വിയിലുള്ള ആൾക്കാരൊക്കെ കുറെ പച്ചത്തെറിയും പറഞ്ഞു, നിങ്ങൾ ഒരിച്ചാലേ വരും, ഞാൻ ഒരിച്ചാൽ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷനിലിരിക്കുകയാണ്. ആ സമയത്താണ് മച്ചാൻ ആലോചിക്കുന്നത്, എന്തായാലും കുറച്ച് ടയർഡായി ഒരു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞിട്ട് ഒരു സിഗരറ്റ് കൊടുത്ത് അത് കത്തിച്ച് അങ്ങനെ വലിക്കാണ്. ഈ സമയത്താണ് ഈ മൊയന്തുണി ആലോചിക്കുന്നത്, ഈ ലൈറ്റർ കയ്യിൽ വെച്ചിട്ടാണ് ഈ മാരി ഇത്ര നേരം വരച്ചത്. അതായത് മച്ചാന്റെ മൈൻഡില് അത് സെറ്റായി. അവൻ ഏതോ ഭീകരമായിട്ടുള്ള ഐലൻഡിൽ പെട്ട് എടുക്കാന്ന്. എന്തായാലും പിന്നീട് ഓർ കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. ലൈറ്റർ ഉണ്ടായല്ലോ, ഒരടി അടിച്ചാൽ പോരെ. ഒറ്റയ്ക്ക് അടിച്ചപ്പോഴേക്ക് തീ വന്നു. അവൻ ആ തീ വെച്ച് നന്നായിട്ടൊരു തീയെല്ലാം ഉണ്ടാക്കിയിട്ട് രാത്രി പിന്നീട് അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവിടെ ആ ഒരു ഐലൻഡിന്റെ ഈ മണലുള്ള ഭാഗത്ത് ചക്കവണ്ണത്തിൽ ഹെൽപ്പ് എന്ന് വീണ്ടും എഴുതി വെക്കുകയാണ്. അതുപോലെ നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ, അപ്പൊ ചുറ്റൊന്ന് നടന്നു നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിയിട്ട്. ആ സമയത്താണ് അവന് പഴയ കേടായ ഒരു ബോട്ട് കാണുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ് കേട്ടോ. പിന്നീട് പഴയ ഏതൊരു കയറ് ഇവിടേക്ക് ഒപ്പിച്ചിട്ട് അത് കെട്ടി വലിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് അവന്റെ വീടാക്കി മാറ്റുകയാണ്. വീട് മാത്രം മതിയോ, 3 നേരം തിന്നാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന ഈ പക്ഷികളെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കൂട്ടത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒറ്റയടിക്ക് ചെന്നങ്ങ് പിടിക്കാൻ വിചാരിക്കും. പക്ഷെ അതിന്റെ അടുത്ത് എത്തുമ്പോ അതങ്ങോട് പറഞ്ഞു പോവാണ്. ഒരു വിധത്തിലും അതിനെ പിടിക്കാനോ തൊടാനോ പറ്റുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, ഈ പക്ഷികളുടെ ഇറച്ചി അത്ര ടേസ്റ്റ് പോരാ. ഈ കിട്ടാത്ത മുന്തിരി വിളിക്കുമല്ലോ, എന്നാ പിന്നെ നമുക്ക് മീനിനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് എവിടുന്നോ ഒരു കമ്പ് ഒപ്പിച്ചിട്ട് ഒരു വിധത്തിൽ അത് കൂർപ്പിച്ചെടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി അതിനെ കുത്തി പിടിക്കാന്ന രീതിയിൽ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. ഒരു മീനിനെ ഇപ്പൊ കാണുന്നുണ്ട്. കിട്ടിപ്പോടാൻ അവന്റെ ഒരേറ്റ കുത്തലാണ്, ഒരേറ്റ കയറിലാണ്. അവിടെ അവന്റെ കാലിൽ തന്നെ കൂക്കി വിളിച്ചുകൊണ്ട് പിന്നീട് ഈ തീരത്തേക്ക് തന്നെ ഓടുകയാണ് കേട്ടോ. ഒരു കാരണവശാലും ഒരു രീതിയിൽ പക്ഷേ മീനിനെ പിടിക്കാൻ പറ്റുന്നില്ല. അവസാനമുള്ള രക്ഷ എന്താ, അവിടെ എടിയും പോയിട്ട് പഴയ കൂണുകൾ തന്നെ വീണ്ടും വാരി വലിച്ചു തിന്ന്. അത് തന്നെ. ഈ സമയത്താണ് മച്ച വേറൊരു കാര്യം കളിക്കുന്നത്. ഈ മരത്തിന്റെ മുകളിൽ കുറെ പക്ഷികളുണ്ടല്ലോ, അപ്പൊ കയറി നോക്കുകയാണെങ്കിൽ ഈ മുട്ടകളുണ്ടാവും, അതെടുത്ത് സാപ്പിടാം. അങ്ങനെ നല്ല ഓംപ്ലേറ്റ് അടിച്ച് സാപ്പിടാന്നുള്ള ആ ഒരു ആഗ്രഹമായിട്ട് അവൻ ആ ഒരു മരം പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേലേക്കൊന്ന് നോക്കിയപ്പോ ഒരു കാക്കച്ച അങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല എമ്പട്ടം മണത്തിൽ വിട്ടുകൊടുക്കുകയാണ്. നേരെ വന്ന് വീണത് അവന്റെ നെറ്റിയിൽ തന്നെ. മൂക്കം കുത്തി താഴേക്ക് വീഴാണ്. മച്ചാൻ അറപ്പായിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിട്ടിയൊരു ഷാമ്പൂവിന്റെ പഴയ കുപ്പി ഉണ്ടായിരുന്നു. അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഇട്ട് കുലുക്കിയിട്ട് തലയിലൊക്കെ ഇട്ട് ഒരതിയിട്ട് അങ്ങനെ ആ ഒരു തടാകത്തിൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കെമിക്കലിന്റെ എഫക്ട് കൊണ്ടാ തോന്നുന്നു കുറച്ച് മീനുകൾ അവിടെ ചത്തു പൊങ്ങാണ്. പിന്നെന്താ ചെയ്യാ, എല്ലാത്തിനും വാരിക്കൊണ്ടാണ് കമ്പിൽ കോർത്ത് തീ ഉണ്ടാക്കി ചുട്ടങ്ങോട്ട് തിന്നുകയാണ്. എന്തായാലും വയറ് നിറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, നന്നായിട്ട് ഉറക്കം വരും, കെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഒരു കാഴ്ച കാണാണ്. അതായത് ഇന്നലെ രാത്രി മീനിനെ തിന്നില്ലേ, അതിന്റെ വേസ്റ്റ് കുറച്ച് പക്ഷികൾ വന്ന് തിന്നു. അത് കഴിച്ചപ്പോ ഐറ്റങ്ങളും ചത്തുപോയി. ഒന്നും നോക്കിയില്ല, ജാക്കി ഇപ്പൊ അതിന്റെ തൊലി മുഴുവൻ ഒരിച്ചെടുക്കുകയാണ്. ഫുൾ എടുത്ത് അങ്ങോട്ട് ചുട്ടെടുത്ത്. അടിപൊളി. പിന്നെ അവിടെ കിടന്നൊന്ന് മയങ്ങാണ്. റോയൽ ലൈഫ്, രാജവാഴ്ച എന്നൊക്കെ പറയാം, അതുപോലെ തന്നെ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനില് നമ്മുടെ കഥാനായികയായിട്ടുള്ള സൂസിയെ കാണിക്കുകയാണ്. തൽക്കാലം നമുക്ക് അങ്ങനെ വിളിക്കാട്ടോ. ഒറിജിനൽ പേരൊന്നും വിളിക്കാൻ കൊണ്ട് പറ്റൂല മച്ചാമാരെ. ചൈനക്കാരുടെ പേര് വായിലൊതുകൂല, ചൈനയല്ല കൊറിയപ്പാടാണ്.
അപ്പൊ നമ്മുടെ സൂസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ജന്മമാണ്. ആ ജന്മത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 3 വർഷമായിട്ട് ഈ ഒരു മുറിയുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും പോകില്ല. ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും മുന്നിലാണ്. അപ്പോൾ നമ്മുടെ സൂസിയുടെ വിചാരം ഈ ലോകത്ത് അവള് മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ, ബാക്കിയുള്ള സകല മനുഷ്യരും ഏലിയൻസ് ആണ്, വേറെന്തോ ജന്തുക്കളാണ്. അപ്പൊ ആ ഒരു ധാരണയില് നമ്മുടെ മച്ചാത്തി അങ്ങനെ ഇരിപ്പാണ് 3 വർഷമായിട്ട്. രാവിലെ എണീക്കും, എന്തെങ്കിലുമൊക്കെ കുത്തിയും കുറിച്ച് തിന്നും. അതുപോലെ തന്നെ അവിടെ കുറെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എവിടെയെങ്കിലൊക്കെ പോയിട്ട് ചുരുണ്ടുകൂടും. പിന്നെ രാവിലെ ഒരു ഇച്ചിരി നേരം ഫുഡൊക്കെ കഴിച്ചാൽ ഒരു 2 സ്റ്റെപ്പ് വെറുതെ കാല് കൊണ്ട് ഇങ്ങനെ 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 നനക്കും. മനുഷ്യനല്ല, ഒരു ഇച്ചിരി അനക്കൊക്കെ വേണ്ട. എന്തായാലും അതിനുള്ള ബോധം നമ്മുടെ സൂസിക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മച്ചാത്തിക്ക് സൂസിക്ക് വേറൊരു പരിപാടികളുണ്ട്. അതായത് വേറൊരു സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോകൾ എടുത്തിട്ട് അവളുടെ തല അതിലേക്ക് മോർഫ് ചെയ്ത് നോക്കും. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഈ ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ചെയ്യും. അതായത് ഇവളിങ്ങനെ ഷോപ്പിംഗ് മാളിൽ പോയിട്ടും ഓരോ സ്ഥലത്ത് അങ്ങനെ പോയിട്ട് ആ രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്യും. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ചുമ്മാ ഒരു മനസ്സുഖം എന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ സൂസിക്ക് മറ്റൊരു ഹോബി കൂടെ ഉണ്ട് കേട്ടോ. അവളുടെ കയ്യിൽ നല്ലൊരു അടിപൊളി ക്യാമറ ഉണ്ട്. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ നമ്മുടെ ചന്ദ്രമാമനെ ഫോട്ടോ എടുക്കുക. ചന്ദ്രമാമനല്ലല്ലോ, അമ്പിളിമാമനല്ലേ. അപ്പൊ അമ്പിളിമാമന്റെ ഫോട്ടോ എടുത്ത് അതങ്ങനെ ചുമരിൽ നിരത്തി വെക്കുക. എന്തിനാണെന്നും അറിയില്ല. ഇനിയിപ്പോ ചിലപ്പോ വല്ല ഏലിയൻ ഷിപ്പോ അങ്ങനെ വല്ലതും വരുന്നുണ്ടോ നോക്കിയിട്ടായിരിക്കും. എവിടെ ഒന്നുമല്ല, പെണ്ണിന് നല്ല നാട്ട പിരാന്താണ്. ഈ സമയത്താണ് സോസി ഒരു കാര്യം കേൾക്കുന്നത് റേഡിയോയിലൂടെ. അതായത് ഈ മിലിറ്ററി അതുപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ കൊറിയൻ സർക്കാർ ഒരു ഇച്ചിരി നേരത്തേക്ക് ടൗണത്തെ വാഹനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിശ്ചലമാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലൊരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ റോഡിൽ തന്നെ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെന്നല്ല, ആ ഒരു വാഹനം എടുക്കാതെ അതങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പെണ്ണുണ്ടല്ലോ സൂസി, അവളുടെ ക്യാമറ എടുത്ത് എങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഈ പാലം കാണുകയാണ്. ഈ പാലത്തിന്റെ അടിയിൽ ആ ദ്വീപ് കാണുകയാണ്. ദ്വീപിൽ ചക്കവണത്തിൽ ഹെൽപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുകയാണ്. അതുപോലെ തന്നെ മറ്റേ നെയ്റ്റിന്റെ എലാസ്റ്റിക് കൊണ്ട് നമ്മുടെ ജാക്കി ചാൻ ഫസ്റ്റ് തൂങ്ങാൻ നോക്കിയല്ലേ, ആ കാശി ഇവള് കാണാണ്. അതായത് ഒരു ഇച്ചിരി നേരം മുന്നേ നടന്ന സംഭവമാണ് കേട്ടോ. ഇച്ചിരി നേരം മുന്നേ അല്ല, ഒരു 2-3 ദിവസം മുന്നേ നടന്ന കാര്യമാണ് ഇപ്പൊ കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് സൂസി ഈ ജാക്കി ചാന്റെ എല്ലാ കളികളും ആ ഒരു ക്യാമറയിലൂടെ അങ്ങനെ നോക്കുന്നുണ്ട്. ഇവനാണെങ്കിലോ പാന്റിൽ ഒരു സകലതും കാണിച്ചു, ഇതാ കണ്ടോ എന്നെല്ലാം പറയുന്നുണ്ട്. ധാര കാണിക്കുന്നതെന്ന് ഓനെന്നെ വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. നമ്മുടെ സൂസിയുടെ മൈൻഡില് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏലിയൻസ് ആണല്ലോ. അപ്പം വിചാരിക്കുകയാണ് ഈ ഏലിയന് മാത്രം എന്താ ഒരു ഇച്ചിരി എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ. എന്തായാലും ഒന്ന് നിരീക്ഷിക്കാന്ന് വെച്ചിട്ട് ദിവസേന നോക്കി തന്നെയാണ് നമ്മുടെ ഈ സൂസിയുടെ പണി. അപ്പോ നമ്മുടെ ഈ ജാക്കി ചാന് നേരത്തെ ഒരു ബോട്ട് കിട്ടിയില്ലേ, ആ സംഭവം കാണിക്കുകയാണ്. ഇവള് ക്യാമറകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഭയങ്കര കഷ്ടപ്പെട്ട് വലിച്ചുകൊണ്ട് കാണുള്ളൂ. അപ്പൊ ഒന്ന് സഹായിക്കാനായിട്ട് സൂസി അവളുടെ വിരൽ ചെറുതായിട്ടൊന്ന് ക്യാമറയിൽ അങ്ങനെ വെച്ച് കൊടുക്കുക മീൻസ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ചിന്തിച്ചെടുക്കുകയാണ്. ഇത് ഇങ്ങനെയൊരു പ്രത്യേക ജന്മം, അതായത് നമ്മുടെ ജാക്കിയെ പോലെ തന്നെ ഒരു പ്രത്യേക ജന്മം സൂസി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി പ്രസന്റ് ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് വരാൻ നമ്മുടെ ജാക്കിയെ തന്നെ കാണിക്കുകയാണ്. മച്ചാനിപ്പോ 4-5 ദിവസമായി ഈ ഒരു ദ്വീപിൽ പെട്ടുപോയിട്ട്. പക്ഷെ ഈ ഒരു ദ്വീപിൽ വന്നിട്ട് ആരും ശല്യപ്പെടുത്താനില്ലാതെ, ആരും വിളിക്കാനില്ലാതെ, ഭയങ്കര സ്ട്രെസ് ഒന്നുമില്ലാതെ കംപ്ലീറ്റ്ലി സ്ട്രെസ് റിലീഫ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോ മച്ചാന് നല്ല സുഖം തോന്നുന്നതാണ്. എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോ അവനായിട്ട് തന്നെ ഓരോ കളികളൊക്കെ കളിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് അന്ന് പോയതുപോലുള്ള ഒരു ബോട്ട് ഈ തീരത്തോട് അടുത്തോടെ ഇങ്ങനെ പോകുന്നത്. മച്ചാൻ വേഗം പോയിട്ട് ഒളിച്ചിരിക്കാൻ കേട്ടോ. വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അവരെ കൈ കാണിച്ച് രക്ഷപ്പെട്ടു പോവാൻ. അവനത് ചെയ്തില്ല. എന്തായാലും അങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴാണ് അവനൊരു കാര്യം കാണുന്നത്. അതായത് ഒരു സാധനം കയറി ചവിട്ടാണ്. ഒരു പഴയ ന്യൂഡിൽസിന്റെ പാക്കറ്റാണ്. അത് കണ്ടപ്പോ തന്നെ വായിൽ വെള്ളം ഇങ്ങനെ എന്താ പറയാ നൊരയും പതിയും പോലെ വരികയാണ് കേട്ടോ. അവൻ വേഗം ആ പാക്കറ്റ് എടുത്ത് തുറന്നു നോക്കിയപ്പോ കാലിയാണ്. അതിലൊരു സാധനമില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ നൂഡിൽസിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും പിന്നീട് ആ കവറും മണത്തുകൊണ്ട് നടക്കലാണ് മച്ചാന്റെ പരിപാടി. ഈ ശ്വാസം കിട്ടാത്ത ആൾക്കാർക്ക് മാസ്ക് വെച്ച് കൊടുക്കില്ലേ, അതുപോലെ ഈ കവറിന്റെ ഒരു ഭാഗം കയറിയിട്ട് അത് മൂക്കിലും വായിലും വെച്ചിട്ട് കിടന്നുറങ്ങലായിരുന്നു മച്ചാന്റെ ആ ഒരു കുറച്ച് ദിവസം പണി കേട്ടോ. അതായത് അത്രത്തോളം അവൻ ആ ഒരു ആഗ്രഹം ഇഷ്ടം തോന്നി തുടങ്ങുകയാണ് ഈ ഒരു നൂഡിൽസിനോട്. അങ്ങനെ ഒരു ദിവസം അവൻ തീരുമാനിക്കുകയാണ്, ഇത് ഞാനിവിടെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ഇച്ചിരി ഫുഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടിക്കൊഴിച്ച് ഇത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എവിടെ നടക്കുവോ? ഒരു ഇച്ചിരി ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാല് നടക്കുന്ന പരിപാടിയാണോ? കാര്യം മച്ചാൻ മനസ്സിലായി. അപ്പൊ പിന്നെ ഒന്നും നടക്കൂലെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു വിഷമത്തില് ആ ഒരു പൂതിയെല്ലാം ഉള്ളിൽ കയറിയിട്ട് ആകെ സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ ചെറുപ്പത്തിലൊരു കാര്യം ഓർമ്മ വരികയാണ്. ഇവനിങ്ങനെ TV കണ്ടോണ്ടിരിക്കുമ്പോ അമ്മ പാകം ചെയ്ത് കൊടുത്ത ആ ഒരു ഫുഡ് ഉണ്ടല്ലോ, കഴിക്കും മോനെ, ഒരു ഇച്ചിരി കുത്തിക്കേറ്റും മോനെ, ഒരു ഇച്ചിരി തിന്നു മോനെ എന്നൊക്കെ പറയുമ്പോ ഇവനതൊന്നും കഴിക്കാണ്ട് TV നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അവനിങ്ങനെ വിചാരിക്കാണ്, മരപ്പോട്ടെ അന്നത് കഴിച്ചുകൂടായിരുന്നു. മൊണ്ണേഷ് എന്തായാലും കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇവനതങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമിച്ച് ആ പൂതിയും വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവരാഗ്രഹം മനസ്സിൽ പോകുന്നില്ലല്ലോ. ആ ദ്വീപിലൂടെ അങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് മച്ചാൻ ഒരു കാര്യം കാണുന്നത്. അവന്റെ ആ ഒരു ബോട്ട് ഉണ്ടല്ലോ, അതിന്റെ മേലെ മുഴുവനായിട്ടും ഈ കുരുവികളും പക്ഷികളും കാക്കെല്ലാം വന്ന് ആകെ നിരത്തി അപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഇടക്കിടക്ക് നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് പക്ക ലോക്കൽ ലാംഗ്വേജ് കയറിയത്.
എന്തായാലും നമ്മുടെ ജാക്കി ചാൻ ചെയ്ത പരിപാടി എന്താ, ഈ അപ്പികളുണ്ടല്ലോ അത് മുഴുവൻ കളക്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ഉണക്കി പൊടിക്കുകയാണ്. അതായത് ഇതിന്റെ ഈ അപ്പിയിലൊക്കെ എന്തെങ്കിലും വിത്തുകൾ ഉണ്ടാവുമല്ലോ, സോ ആ ഒരു ധാരണയിൽ അവനത് മുഴുവൻ കളക്ട് ചെയ്യാണ്. എന്നിട്ട് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നനവുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ തറകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ വിത്ത് പാകുകയാണ്. അതുപോലെ നനക്കുന്നുണ്ട്. എന്നാൽ നനയും വിത്ത് മാത്രം മതി, ഒരു ഇച്ചിരി വളം വേണ്ടേ. ആ സമയത്താണ് മച്ചാന്റെ ഈ പിട്ട വേസ്റ്റ് അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇത് മര്യാദക്ക് തിന്നാലല്ലേ, അതായത് ഇൻപുട്ട് കിട്ടിയാലല്ലേ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. മച്ചാൻ എത്ര മുക്കിയിട്ട് ആവശ്യത്തിനുള്ള കിട്ടുന്നൊന്നുമില്ല, എന്നുള്ളത് പോരട്ടെ എന്ന് വെച്ചിട്ട് അതെല്ലാം കൊണ്ടുപോയിട്ട് ഈ കൃഷി സ്ഥലത്തേക്ക് ഇടുകയാണ്. അതുപോലെ ആ ഒരു സ്ഥലത്ത് വലിയൊരു പാറക്കല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കിടന്ന് മുക്കറായിട്ട് മുക്കുകയാണ്. എവിടെ എത്ര തലയിട്ടും വലിയൊരു കല്ലല്ലേ, നീങ്ങും അത്. പക്ഷേ ഇവന്റെ ഈ ഒരു പണി കാരണം ദേഹക്കാകെ നന്നായിട്ട് വിയർക്കാണ്. അറിയാതെ അവന്റെ വായിലേക്ക് അവന്റെ ഈ വിയർപ്പുണ്ടല്ലോ അതിനൊരു ഇച്ചിരി വായിലേക്ക് ആവുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു രുചിയില്ലാത്ത വായിലേക്ക് ഉപ്പ് രസം വരുമ്പോ അത് വല്ലാത്തൊരു രുചി വ്യത്യാസം തന്നെയായിരിക്കും, നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ അതായത് ഈ ഉപ്പിനോട് വല്ലാത്തൊരു ആർത്തി കാണിക്കുകയാണ് അവന്. പിന്നീട് സ്വന്തം കൈയും കാലും നക്കി 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 ആ ഒരു ഉപ്പ് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പെട്ടുപോയാലല്ലേ അറിയുള്ളൂ ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റുമോ എന്നല്ല, തിന്നു പോകുമോ എന്ന്. അതുപോലെ ഈ ഉണ്ടായി വരുന്ന ചെറിയ ചെറിയ ആ ചെടികളൊന്നും പക്ഷികളൊന്നും തിന്നാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് അവന്റെ കോട്ടുണ്ടല്ലോ ആ കോട്ടെല്ലാം ഊരിയിട്ട് ഒരു നോക്കൂത്തീൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ആകെ ഉള്ളത് ഒരു നിക്കർ മാത്രമാണ്, അതും വരവരയായിട്ടുള്ള ഒരു നിക്കർ. എന്നിട്ടൊരു സ്റ്റൈലായിട്ടൊരു നിർത്താണ്. അവനറിയില്ലല്ലോ ഈ കാര്യം മുഴുവനും പ്രായപൂത്രയായിട്ടുള്ള ഒരു പെൺകുട്ടി ക്യാമറയിലൂടെ കാണുന്നുണ്ടെന്ന്. ക്യാമറയിലൂടെ കാണുക മാത്രമല്ല ഇതിന്റെ പിക്ചർ മുഴുവൻ അവൾ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ സൂസിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അതായത് ഇങ്ങനെ ആ ഒരു നൂഡിൽസ് കണ്ടപ്പോ അതുപോലെ എന്തോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ നമ്മുടെ ജാക്കി ആ ഒരു നൂഡിൽസിനോടുള്ള ആഗ്രഹം കൊണ്ട് ആ നൂഡിൽസ് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കാം, മീൻസ് പച്ചക്കറി കൃഷി ചെയ്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഈ സൂസിക്ക് എന്തായാലും ഇവൻ ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ അതിനോട് വല്ലാതൊരു ഇഷ്ടം തോന്നുകയാണ്. അതുകൊണ്ട് അവനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംഭാഷണം, ഒരു ബന്ധം വെക്കാന്ന് വെച്ചിട്ട് അവരൊരു പരിപാടിയാണ്. 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ ഒരു മുറിയിൽ നിന്നും അവള് പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഒരു പേപ്പറിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ എഴുതിയിട്ട് ആ ഒരു കുപ്പിയുടെ ഉള്ളിലാക്കിയിട്ട് ആ പാലുണ്ടല്ലോ അതിന്റെ മുകളിൽ പോയിട്ട് നേരെ അത് താഴേക്ക് ഇടുകയാണ്. അത്രയും അടുത്തായിട്ടുള്ള ഒരു ഐലൻഡ് ആണ്, അല്ലാണ്ട് ഒരുപാട് ദൂരമൊന്നുമല്ല. പിന്നീട് അവള് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് നേരെ വെളുക്കുന്നേരെ കാത്തു നിന്നു. എന്നിട്ട് ക്യാമറയിലൂടെ നോക്കുകയാണ്. അവൻ ആ ഒരു ബോട്ടിലെടുത്ത് അതിലുള്ള കാര്യങ്ങൾ വായിച്ച് റിപ്ലൈ തരുമെന്ന്. എന്നാൽ അവനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അവനവന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ആ ഒരു വേർപ്പുണ്ടല്ലോ അതൊരു ചെറിയ ബോട്ടിൽ അങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പച്ചക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ശേഖരിക്കുമ്പോഴാണ് ഒരു ചുണ്ണി തൈ കാണുന്നത് കേട്ടോ. അവൻ അവന്റെ അടുത്തേക്ക് പോയി നോക്കി. ഇത് കാട് മുളച്ചാണോ അല്ലെങ്കിൽ തൈ മുളച്ചാണോ ഒന്നും അറിയില്ല. അതിനുശേഷം കഴിക്കാൻ വരുന്നതിലൊക്കെ കിട്ടുക നോക്കിയിട്ട് വെറുതെ കാട്ടിലേക്ക് അങ്ങനെ പോയി തപ്പുന്ന സമയത്ത് അവൻ നമ്മുടെ സൂസി അറിഞ്ഞ ആ ഒരു ബിയർ ബോട്ടിൽ കാണാണ്. ഇതുപോലൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അവനെ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹെലോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മച്ചാന് കാര്യം മനസ്സിലായി. അതായത് ഇവൻ ഈ ചെയ്യുന്ന കാര്യം മുഴുവനും ആരൊരാളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ ഈ കോണാനിട്ട് നടന്ന് ഇവിടെ വെച്ച് കാട്ടിക്കൂട്ടിയത് മുഴുവൻ ആരായാലും ഒരു പെണ്ണാണോ ആൺകുട്ടിയാണോ ഒന്നും അറിയില്ല, അയാൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇപ്പൊ ഓടി ചെന്നിട്ട് അവനുണ്ടാക്കിയ നോക്കുത്തിയുടെ ജീൻസ് ഊരിയിട്ട് അവൻ തന്നെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ചക്കവണ്ണത്തിൽ വീണ്ടും ആ ഒരു ദ്വീപിൽ എഴുതി വെക്കാണ്, ഹൗവാറ് നിങ്ങൾക്ക് സുഖമാണോ എന്ന്. അത് നമ്മുടെ സൂസി കാണുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങുന്ന തന്നെ വലിയ വിറ്റാണ്. ഈ ഹെൽമെറ്റ് എല്ലാം ഇട്ട ഒരു പ്രത്യേക കോലത്തിലാണ്, ഈ സ്പേസിലേക്കൊക്കെ ഇറങ്ങുന്ന ആസ്ട്രോണിക്സിനെ പോലെ. അവള് വന്നിട്ട് വീണ്ടും രാത്രി ഒരു കുപ്പി എറിഞ്ഞിട്ട് പോവാണ് കേട്ടോ. രാവിലെ ആ കുപ്പി ഇപ്പൊ നമ്മുടെ ഈ ഒരു ജാക്കി കിട്ടുന്നുണ്ട്. അവൻ ആ ഒരു കുപ്പിയിലെ ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണോ എന്നിപ്പോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള റീപ്ലൈയും ആ ഒരു ഐലൻഡില് നമ്മുടെ ഈ ഒരു ജാക്കി എഴുതി വെച്ച് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് പോവാണ്. ആ സമയത്താണ് അല്ലെങ്കിൽ ഒരു ദിവസം ആ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അവൻ ഉണ്ടാക്കി വെച്ചാൽ അവർ നോക്കുകൂത്തി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞേക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ട് അത് വെറുതെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അതിന്റെ പിന്നിലായിട്ട് ഒരു ചോളത്തിന്റെ തൈ ഇങ്ങനെ മുളച്ച് നിൽക്കുകയാണ്. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. മാത്രമല്ല അത് ചെറുതായിട്ട് കായ്ച്ചിട്ടുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അവന്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, എന്തോ ഒരു വലിയ കാര്യം നേടിയതുപോലെ അവന് സെലിബ്രേറ്റ് ചെയ്യാണ്. ഈ കാര്യമൊക്കെ ആര് കാണുന്നുണ്ട്? സോസി കാണുന്നുണ്ട്. അവളിങ്ങനെ വിചാരിക്കുകയാണ് അവന്റെ ആഗ്രഹം ആ ഒരു നൂഡിൽസ് കഴിക്കില്ലല്ലേ, അപ്പൊ അതിനു വേണ്ടിയിട്ടല്ല ഇത്രയും കഷ്ടപ്പെടുന്നത്. സൂസി വേഗം ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട് കുറേ അധികം വെറൈറ്റി നൂഡിൽസ് ഓർഡർ ചെയ്യണം. മാത്രമല്ല ആ ഡെലിവറി ബോയ് വന്നപ്പോൾ ഈ എന്താ പറയാ വാതിലിന്റെ അടിയിലൂടെയാണ് കാശ് കൊടുക്കുന്നത്. അതിന് പോലും അവള് പുറത്തേക്ക് വരുന്നില്ല. പിന്നീട് സോസി ആ ഐലൻഡിന്റെ ലൊക്കേഷൻ പറയാണ്. ഈ ഒരു ഡെലിവറി ബോയ് ആണെങ്കിൽ ഒരു ചെറിയ തോണിയും തോണിയുണ്ട് ആ ഐലൻഡിലേക്ക് എത്തുന്നുണ്ട്. എന്ന് ഇവനെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ജാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ പോയി വിളിക്കാണ് കേട്ടോ. ഇപ്പൊ അവൻ ചോദിക്കുന്നത് നിങ്ങളേതാ? പേടിക്കൊന്നും വേണ്ട, അതാ ഇങ്ങോട്ടോ അത് നിങ്ങൾക്കുള്ള ഫുഡാണെന്ന് പറഞ്ഞിട്ട് ഉള്ള നൂഡിൽസ് മുഴുവൻ അവിടെ നിരത്തി വെച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോ എന്തിനാ എനിക്കെന്ന് ചോദിക്കുമ്പോൾ ഈ ഡെലിവറി ബോയ് പറയാണ് അത് പിന്നെ ഒരു പെൺകുട്ടിയാണ് ഇത് മുഴുവനും ഓർഡർ ചെയ്തത്, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് തന്നെ എത്തിക്കാൻ പറഞ്ഞതാണ്. ഇപ്പോ ഈ ജാക്കി ചോദിക്കാണ് പെൺകുട്ടിയോ?
അതെ, ഒരു പെൺകുട്ടി തന്നെ. നീ അവളെ കണ്ടോ എന്നപ്പോ ജാക്കി ഈ ഒരു ഡെലിവറി ബോയോട് ചോദിക്കാണ്. അപ്പൊ ഈ ഡെലിവറി ബോയ് പറയാണ്, ഞാൻ അവളെ കണ്ടിട്ടൊന്നുമില്ല, കട്ടിന്റെ അടിയിലൂടെ, കട്ടിലല്ല ഈ വാതിലിന്റെ അടിയിലൂടെ അവള് ആ ഒരു പൈസ തരികയാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ ജാക്കി ഉണ്ടല്ലോ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂഡിൽസിൽ കുറെ നേരം അങ്ങനെ നോക്കി നിൽക്കാണ്. വായിലൂടെ ഇങ്ങനെ കപ്പിലൊടിക്കാനുള്ള വെള്ളം പോകുന്നുണ്ട്, നൊരയും പതൊക്കെ വരുന്നുണ്ട് കൊതി കൊണ്ടേ. എന്നാ ഒരെണ്ണം പോലും അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല. മുഴുവൻ അടുക്കി പെറുക്കി എടുത്തിട്ട് ആ ഡെലിവറി ബോയിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതൊന്നും എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോന്ന്. ഇപ്പൊ ഡെലിവറി ബോയ് നേരെ വള്ളിക്കെട്ട് കേസ് രാവിലെ തന്നെ പിരാന്ത് പിടിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ബോക്സുമായിട്ട് നേരെ ചെല്ലുന്നത് സൂസിയുടെ വീട്ടിലേക്കാണ്. വാതിൽ മുട്ടി വിളിക്കുന്നുണ്ട്, അവൾ പുറത്തേക്ക് വരുന്നില്ല, എന്തൊക്കെയാ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഡെലിവറി ബോയ് പറയാണ്, നിങ്ങൾ പറഞ്ഞ സാധനം അയാൾ മേടിച്ചില്ല, ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ തിന്നു അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ അതവിടെ വെച്ച് പോകുമ്പോ പതിയെ വായിൽ ഓർക്കണം. സൂസി ഇപ്പൊ അവനോട് ചോദിക്കണം അവൻ എന്തുകൊണ്ട് അത് മേടിക്കാതിരുന്നത്. ഇപ്പൊ ആ ഡെലിവറി ബോയ് അറിയണം അവൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഫുഡ് ഉണ്ടാക്കി തിന്നണം, അതാണ് അവന്റെ ആഗ്രഹം. ഇത് കേട്ടപ്പോ നമ്മുടെ സൂസിയാക്ക് അമ്പരന്ന് പോവാണ്, ഇത് എന്ത് മനുഷ്യരിത്. എന്തായാലും ഇതോടെ നമ്മുടെ സൂസി ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ ഹീറോയെ പോലെ തന്നെ ജാക്കിയെ പോലെ തന്നെ അവളും ഈ ചോളത്തിന്റെ കൃഷി തുടങ്ങാൻ വിചാരിച്ചു. അപ്പൊ അമ്മയെ വിളിച്ച കാര്യം പറയണം, അമ്മേ ഇതുപോലെ ഒരു ഇച്ചിരി വിത്തോ ഇച്ചിരി ചട്ടിയിലും മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊന്ന് സെറ്റപ്പ് ആക്കി തരണം കേട്ടോ. ഇത് കേട്ടപ്പോൾ അവളുടെ അമ്മയ്ക്ക് സന്തോഷമാണ്. കാരണം കുറെ ദിവസമായി ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ഈ സൂസി സംസാരിച്ചിട്ട് തന്നെ, സത്യം പറഞ്ഞാൽ പുറത്തേക്ക് കണ്ടിട്ട് തന്നെ. അതുപോലെ ഒരു ബോട്ടിൽ സോറിന്ന് എഴുതിയിട്ട് അവൾ ആ ഒരു ഐലൻഡിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ജാക്കിക്ക് അത് കിട്ടുന്നുണ്ട്, അവനും അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്തായാലും ദിവസങ്ങൾ അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ദിവസങ്ങൾ പിന്നീട് മാസങ്ങളായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ജാക്കി നട്ടിട്ടുള്ള ആ ഒരു വിത്തുകളൊക്കെ മുളച്ച് അത്യാവശ്യം വലുതായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഇച്ചിരി വിളവ് അവന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്. അത് നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് മാവ് പോലെ ഇപ്പൊ കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു മാവ് നന്നായിട്ട് പരത്തിയിട്ട് അത് നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ഈ നൂഡിൽസ് പോലെ കാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും ഇപ്പൊ നല്ല രീതിയിലൊന്ന് പാകാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ വിളയിച്ചെടുത്ത ആ ഒരു പച്ചക്കറികൾ ഉണ്ടല്ലോ അത് മുഴുവൻ ചെറുതാക്കി വെട്ടിയിട്ട് ആ ഒരു നൂഡിൽസിലേക്ക് അത് ഇടുകയാണ്. അത് നന്നായിട്ട് വേവിക്കുകയാണ്. അവസാനം അവൻ ആദ്യമായിട്ട് എപ്പോഴാണ് ഈ ആഗ്രഹം തോന്നി തുടങ്ങിയത്, നൂഡിൽസിന്റെ പാക്കറ്റ് കിട്ടിയ സമയത്ത് അതിന്റെ ആ ഒരു സ്മെല്ല് കാരണം അപ്പോഴാണല്ലോ. മാത്രമല്ല അതിന്റെ ഉള്ളിലും ന്യൂഡിൽസ് ഇല്ലെങ്കിലും ഒരു പേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മസാല കിട്ടിയതല്ലോ, ആ മസാല അവസാനമായിട്ട് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ചൂടോടുക്കനെ അത് അവനെ കഴിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ കൊതിയായി പോകും. കാരണം ഈ ഒരു ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര മാസമാണ് അവൻ കഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. അതങ്ങനെ കഴിയുന്ന സമയത്ത് അവന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയായിരുന്നു. കാരണം സന്തോഷം കൊണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ഈ സൂസി ആണെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പോകെ നമ്മുടെ ഈ ജാക്കിക്ക് ഈ സൂസി കാണുന്ന ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവളോട് ഒരുപാട് കാര്യങ്ങൾ ഈ എന്താ പറയാ ഐലൻഡിൽ അങ്ങനെ എഴുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അവളെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സോ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവളോട് വെറുതെ സംസാരിക്കുന്ന പോലെ ഇവന്റെ ആ ഒരു കേടായ ഫോൺ എടുത്തിട്ട് വെറുതെ അങ്ങനെ സംസാരിക്കണം, ഹലോ സൂസി അല്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സൂസി എന്നതൊരു സാങ്കല്പിക പേരാണ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്തായാലും അവളോട് സംസാരിക്കുന്നത് പോലെ അവൻ ആ ഒരു കേടായ ഫോൺ വെച്ച് അങ്ങനെ സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സൂസിക്കും തോന്നി എന്തായാലും താൻ ആരാണെന്ന് അവനോടൊന്ന് പറഞ്ഞാലേ. അവളുടെ ഒരു ഫോട്ടോ, കുറച്ച് വിവരങ്ങൾ ഇതെല്ലാം ആക്കിയിട്ട് ഒരു കുപ്പിയിലേക്കായിട്ട് ആ ഒരു പാലത്തിന്റെ മുകളിൽ പോയിട്ട് താഴെ കയറിയാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾ എറിഞ്ഞില്ല, എന്തോ ഒന്ന് അവളെ പിൻവലിക്കുകയാണ്. അതുപോലെ തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കുറച്ചധികം ദിവസത്തേക്ക് ജനലിലൂടെ അവന് നോക്കുന്ന പരിപാടി അവളങ്ങ് നിർത്തി വെക്കുകയാണ്. പക്ഷെ നമ്മുടെ ജാക്കി ആണെങ്കിൽ അവൾ എറിയുന്ന ആ ഒരു കുപ്പിയും കാത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ദ്വീപ് മുഴുവൻ അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. എങ്ങോട്ടെങ്കിലും എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാതായി പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് തിരയാണ് കേട്ടോ. എന്നാൽ അവൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു റെസ്പോൺസ് ഒരു ബോട്ടിൽ ഒന്നും എറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സൂസിയുടെ ആ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ അത് പിള്ളേർ കണ്ടുപിടിക്കുകയാണ്. അതായത് അവൾ ചെയ്യുന്ന കാര്യം മുഴുവൻ ഫേക്കാണ്, എല്ലാം ഒരു എന്താ പറയാ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയെന്ന് മനസ്സിലായപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഓൺലൈൻ കൂട്ടുകാർ എല്ലാവരും വന്നിട്ട് കമന്റ് ബോക്സിൽ പൂരെ തെറിയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതിലും നല്ലത് നിനക്ക് തൂങ്ങിച്ചാവുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവള് മാനസികമായിട്ട് ആകെ തകർന്നു പോവാണ് ഈ കമന്റുകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു മൂഡ് ഓഫ് ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്ക് വരെ അവള് പോകുന്നുണ്ട്. അവളങ്ങനെ കിടക്കുന്ന സമയത്താണ് നല്ലൊരു പെരുമഴ പെയ്യുന്നത്. അപ്പോഴാണ് അവൾ പെട്ടെന്ന് ആലോചിച്ചേ ഈ സമയത്ത് അവൻ എന്ത് ചെയ്യായിരിക്കും, അവൻ എന്താ പറ്റിയിട്ടുണ്ടാവുക. അവളിപ്പോ നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ, നമ്മുടെ ജാക്കി കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഈ കാറ്റത്തും മഴയത്തും പോകാതിരിക്കാൻ പരമാവധി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ ആ ഒരു ബോട്ട് ഉണ്ടല്ലോ അത് ഒഴുകി പോകാൻ നിൽക്കുന്ന സമയത്ത് അതിനെ പരമാവധി പിടിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റിയില്ല, അതെങ്ങോട്ടോ ഒഴുകി പോവാണ്. അവന് ആ ഒരു ബോട്ട് പോയതൊന്നും താങ്ങാൻ കഴിയുന്നില്ല. കാസ്റ്റവേ എന്ന ഒരു മൂവിയിൽ ഒരു ഫുട്ബോളിനെയാണ് എടുത്ത ആ നായകന് അതുപോലെ ഒരു എന്താ പറയാ അവന്റെ കൂട്ടുകാരനായി കണക്കാക്കുന്നത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ എന്താ അവൻ കൃഷി ചെയ്ത ഏകദേശം എല്ലാം കൃഷിയും ആ പെരുമഴയിൽ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ അവന്റെ ഉള്ളിൽ ചെറിയൊരു വേദനയുണ്ട്. അതായത് അവനോട് ഈ സംസാരിക്കുന്ന ആളുണ്ടല്ലോ എന്തുകൊണ്ട് അവൾ പരിചയപ്പെടുത്തുന്നില്ല, ഇത്രയും കാലമായിട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല. അപ്പൊ ആ ദേഷ്യത്തിൽ അവിടെ എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ആ ഒരു ഐലൻഡിൽ വന്ന് നിൽക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഇന്നലത്തെ ആ ഒരു പെരും മഴയത്തും കാറ്റത്തും ഈ ഐലൻഡ് ആകെ വൃത്തികേടായിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വന്ന ആൾക്കാരാണത്. അതുപോലെ തന്നെ അവരുടെ കൂടെ കുറച്ച് മിലിറ്ററിക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്നാ
ഈ ആൾക്കൂട്ടത്തെ കണ്ട സമയത്ത് നമ്മുടെ ജാക്കിക്ക് അവരെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ഇനി അവരെങ്ങാനും പിടിച്ചുകൊണ്ടുവെന്ന് കരുതിയിട്ട് ഒരൊറ്റ ഓട്ടം ഓടുകയാണ്. നേരെ ചെന്ന് പെട്ടുന്ന കുറച്ച് പട്ടാളക്കാരുടെ മുന്നിലാണ്. അവരാണെങ്കിൽ ഇവന്റെ ഈ പെടപ്പ് കണ്ടിട്ട് ഒരടിയും കൊടുത്തു. അടിയിൽ അവൻ നിലത്ത് വീണുപോയി. മാത്രല്ല അവർക്ക് പിന്നീട് പോയി തലക്ക് ഒരു ഇച്ചിരി കുറവുള്ള ആളാണ്. കിളി പോയതാണ്, അത്യാവശ്യം കാര്യങ്ങൾ കൊടുത്ത പോയ കിളി തിരിച്ചു വരുന്ന പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജാക്കി ആണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് തന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കി പോവാണ്. കാരണം ഈ ഐലൻഡിൽ നിന്ന് ഇനി അവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവിടെ കാണാൻ കഴിയില്ല. അവനിപ്പോ ഈ പട്ടാളക്കാര് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. ഈ കാര്യം ആര് കാണുന്നുണ്ട്? സൂസി കാണുന്നുണ്ട്. അത്രയും കാലം ആ ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവളുണ്ടല്ലോ, നേരത്തെ പോലെ ഹെൽമെറ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വസ്ത്രങ്ങളോ ഒന്നും ധരിക്കാതെ വാതിലും തുറന്ന് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ് അവനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഇതേ സമയത്ത് ആ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ ജാക്ക് ഉണ്ടല്ലോ ഒരു ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവൻ എന്തായാലും അതിലൂടെ വന്ന ഒരു ടാക്സിക്കാരനോട് ചോദിക്കാണ്, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയോ? അതായത് വലിയ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ്. അതിന്റെ മേലെ കയറിയിട്ട് ചാടി ചാവാൻ തന്നെയാണ് മച്ചാന്റെ തീരുമാനം. ഒരു ബസ്സാണ് കേട്ടോ. അപ്പൊ ആ ഒരു ബസ്സിൽ കയറിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് ആ ഒരു ഡ്രൈവർ പറഞ്ഞു നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് ആര് വരികയാണ്? നമ്മുടെ ഈ സൂസി ഓട്ടി വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആ ഒരു ബസ്സിന്റെ അടുത്ത് എത്താനോ അല്ലെങ്കിൽ അതിൽ കയറാനോ പറ്റിയില്ല. അവളിപ്പോ അവിടെ നിന്നുകൊണ്ട് ഒരുപാട് കരയാണ്. കാരണം അവനിപ്പോ പോകുന്നത് ആത്മഹത്യ ചെയ്യാനാണ്, സൂയിസൈഡ് ചെയ്യാനാണ്. ഈ കാര്യം സൂസിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഒരു രക്ഷയില്ല. കാരണം ആ ഒരു ബസ്സിന്റെ പിന്നാലെ ഓടി എത്തുന്നില്ലല്ലോ. അവൾ അവിടെ ഇങ്ങനെ നിന്ന് കരയുന്ന സമയത്താണ് നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ആ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ഒരു ഇച്ചിരി നേരത്തേക്ക് 10-15 മിനിറ്റത്തേക്ക് എല്ലാ വാഹനങ്ങളും നിർത്തിയിടാൻ വേണ്ടിയിട്ട് റേഡിയോയിലൂടെ സിഗ്നൽ കിട്ടുന്നത്. ഇപ്പൊ എല്ലാ വാഹനം നിർത്തുകയാണ്. കൂട്ടത്തില് ആ ഒരു ബസ് നിർത്തുന്നുണ്ട്. നമ്മുടെ ഈ സൂസി ഉണ്ടല്ലോ ഓടി ചെന്നിട്ട് ബസ്സിലേക്ക് കയറുകയാണ്. അവിടെ എത്തിയിട്ട് നമ്മുടെ ചെക്കനെ അതായത് ജാക്കി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജാക്കിയെ നന്നായിട്ട് സൂസിക്ക് അറിയാം. പക്ഷെ ജാക്കിയൊക്കെ അങ്ങനെയാണോ? ആരാണ് അവനോട് ഈ സംസാരിക്കുന്നതെന്ന് അവനറിയില്ലല്ലോ. അതുകൊണ്ട് സൂസിയെ കണ്ട അവനിട്ട് മനസ്സിലാവില്ല. എന്നാൽ സൂസിയുടെ ആ ഒരു ചിരി, അവളുടെ ആ ഒരു നിപ്പും ഭാവം, ഇതെല്ലാം കണ്ടപ്പോ നമ്മുടെ ജാക്കിക്കും കാര്യം മനസ്സിലായിട്ടോ. അവന് പെട്ടെന്ന് ഒരു പ്രതീക്ഷ വരികയാണ് ജീവിതത്തില്. ആത്മഹത്യ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം തന്നെ വേണ്ടെന്ന് വെക്കാണ്. രണ്ടുപേർക്കും ഇനി നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അതായത് ഒരുമിച്ച് ഒരാൾ ഉണ്ടാകുമ്പോഴാണല്ലോ ആ ഒരു ആഗ്രഹം എല്ലാവർക്കും കൂടുക. എന്തായാലും രണ്ടുപേർക്കും അതുപോലെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. സോ ഇത്രയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജാക്കിയുടെ കയ്യിൽ നിന്ന് നഷ്ടമായ ആ ഒരു ബോട്ട് ഉണ്ടല്ലോ, അത് അവസാനം ഒരു കടലിലേക്ക് ഒഴുകി പോകുന്നത് കൂടെ കാണിക്കുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതുപോലെ എന്താണ് ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? തുടക്കമൊക്കെ നല്ല കോമഡി ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര എന്താ പറയാ ഇൻസ്പിറേഷൻ എന്നെല്ലാം പറയില്ലേ, ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിട്ട് ഒരു മനുഷ്യൻ എത്രത്തോളം കഷ്ടപ്പെട്ടാൽ നമുക്കത് നേടിയെടുക്കാൻ തന്നെ പറ്റും. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്, അതിശക്തമായ ആഗ്രഹം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോ കേട്ടോ. അത് കിട്ടുമോ, സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും നിങ്ങളിപ്പോ നോക്കണ്ട, അങ്ങോട്ട് ചെയ്ത് തുടങ്ങിക്കോ. എനിക്കും പറയാണ്ട ഒരു അനുഭവം. കാരണം 2 വർഷത്തോളം, ഏകദേശം ഒരു 1.5 വർഷത്തോളം ഒരു 128 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഓഡിയൻസ് ഉള്ള ഒരു ചാനൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുക കേട്ടോ. ഈ ചാനലല്ല, ഇതിന് മുന്നേ വേറെയും കുറേ ചാനലുകൾ ഉണ്ടായിരുന്നു വേറെ സബ്ജക്റ്റുകളായിട്ട്, ഒന്നും സക്സസ് ആയില്ല. ബട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബർ ആണെന്ന്. ഫൈനലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റി. ചെറുപ്പം മുതലേ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു എനിക്ക്. അപ്പൊ ആ കണ്ട സിനിമയുടെ കഥ അറിയാന്ന് പറയുമ്പോൾ ഒരു അടിപൊളി പ്രൊഫഷൻ തന്നെ ഇത് കേട്ടോ. എന്തായാലും ഇനി നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് കഥകൾ ഇനിയും ഞാൻ കൊണ്ടുവരും. നമ്മുടെ ചാനൽ കൂടുതൽ ആക്റ്റീവ് ആവാൻ വേണ്ടി പോവാണ്.